അങ്ങനെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു തഗ് ലൈഫ് വന്നത്. പക്ഷെ ഒരു ആവേശമില്ല. കാരണം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് തഗ് ലൈഫ്. പ്രേക്ഷകരുടെ പ്രതികരണം അത്ര പോരാ. സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ഉയർന്നു തുടങ്ങി. കമലും മണിരത്നവും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത തന്നെയായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ്. പക്ഷേ ആ ഹൈപ്പങ്ങ് ഏറ്റില്ല. എന്താണ് ശരിക്കും തഗ് ലൈഫിന് സംഭവിച്ചത്? ചിത്രത്തിന്റെ പ്രേക്ഷക പ്രതികരണങ്ങൾ പുറത്തുവരുമ്പോൾ ഞെട്ടലുണ്ടാക്കുകയാണ്. കാരണം അത്രയധികം പ്രതീക്ഷ സിനിമാ ലോകത്ത് നൽകിയ ഒരു സിനിമ തന്നെയാണ് തഗ് ലൈഫ്. ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ മോശം പ്രതികരണം തന്നെയാണ് സിനിമയ്ക്ക് അങ്ങോളം ഇങ്ങോളം ലഭിക്കുന്നത്. അതായത് സംവിധായകൻ മണിരത്നത്തിന്റെ ഏറ്റവും മോശം സിനിമയാണ് ഇതെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഹിറ്റ് കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ ഇതിലും മികച്ച സിനിമയായിരുന്നു പ്രതീക്ഷിച്ചതെന്നും ആരാധകരും സിനിമ കണ്ടവർ പറയുന്നുണ്ട്. എന്തായാലും തുടക്കത്തിലെ പാളിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ തിരക്കഥ പോരെന്നും വളരെ മോശമായി എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത്. ബിലോ ആവറേജ് റേറ്റിംഗ് ആണ് ചിലർ സിനിമയ്ക്ക് നൽകുന്നത്. മണിരത്നത്തിന്റെ ഇന്ത്യൻ 2 എന്ന കമന്റുകളും നിരവധിയാണ്. സിനിമയിൽ സിംബുവിനു പകരം ആദ്യം തീരുമാനിച്ചിരുന്നത് നടൻ ദുൽഖർ സൽമാനെയായിരുന്നു. എന്നാൽ സിനിമയുടെ അപ്ഡേറ്റുകൾ എത്തിയതോടെ ദുൽഖറിന് വലിയ നഷ്ടം തന്നെയാണ് ആ തീരുമാനമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് ദുൽഖർ സിനിമ വേണ്ട എന്ന് വെച്ചത് നന്നായി എന്നാണ്. കാരണം വളരെ മോശമായ എഴുത്തും കഥാപാത്രത്തിന് ഡെപ്ത് കുറവാണെന്നും പറയുന്നുണ്ട്. പ്രധാന കഥാപാത്രങ്ങളോടൊന്നും വൈകാരിക ബന്ധം തോന്നുന്നില്ല എന്നും സിനിമ കണ്ടവർ പറയുന്നു. സിനിമയിലെ മ്യൂസിക്കും അത്ര നല്ലതല്ല എന്നും പറയുന്നുണ്ട്. വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് ആദ്യ ഷോ കണ്ടവർ പറയുന്നത്. എന്തായാലും കമൽഹാസൻ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും മോണോലോഗുകൾ നിരാശപ്പെടുത്തുമെന്നും പറയുന്നു. സിംബു തന്റെ വേഷം നന്നായി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല, ചിത്രത്തിൽ മണിരത്നത്തിന്റെ ട്രെൻഡ് മാർക്ക് എവിടെയും കാണാനുമില്ല. തഗ് ലൈഫിൽ ആദ്യമേ പ്രതീക്ഷ ഇല്ലായിരുന്നുവെന്നും അഭിപ്രായങ്ങളുണ്ട്. അതിലും വലിയ നിരാശയാണ് ഇപ്പോൾ സിനിമ തന്നതെന്നും ആരാധകർ പറയുന്നുണ്ട്. 80കളിലെ കഥ, ആകർഷകമായ തിരക്കഥ പോലുമില്ല. താരങ്ങളെ കുത്തിനിറച്ച് വേസ്റ്റാക്കിയ ചിത്രം. ശരിക്കും മോശമെന്നാണ് എക്സിലൊക്കെ ഓരോരുത്തർ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും കമൽഹാസൻ നായകനായി വന്ന ഏറ്റവും പുതിയ ചിത്രത്തിന് തുടക്കത്തിലെ പാളി എന്ന് തന്നെയാണ് സിനിമാ ലോകത്തിലെ ആരാധകർ പങ്കുവയ്ക്കുന്ന അഭിപ്രായങ്ങൾ. 37 വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുന്നെന്ന പ്രത്യേകത ഈ ചിത്രത്തിന് ഉണ്ടായില്ല എന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നു. UA സർട്ടിഫിക്കറ്റ് ആയിരുന്നു ചിത്രത്തിന് ലഭിച്ചത്. 2025 തമിഴകത്തെ ആദ്യദിന റെക്കോർഡുകൾ സിനിമ നേടുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം നിരാശപ്പെടുത്തുന്നതാണ് ഇപ്പോൾ സിനിമയുടെ പ്രേക്ഷകരുടെ അഭിപ്രായം. മാത്രമല്ല, 2025 ഇന്ത്യൻ ബോക്സ് ഓഫീസിലെ ആദ്യദിന കളക്ഷൻ പട്ടികയിൽ വിക്കി കൗശാലിന്റെ ചാവയാണ് റെക്കോർഡിട്ട് മുന്നിൽ നിൽക്കുന്നത്. ചാവയെ മറികടക്കാൻ തഗ് ലൈഫിന് ആകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്തായാലും ചിത്രം ഓവർസീസിൽ 2000-ലധികം സ്ക്രീനുകളിലാണ് എത്തിയത്. 2250+ സ്ക്രീനുകൾ സിനിമയ്ക്കുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. പക്ഷേ വിദേശ മാർക്കറ്റുകളിൽ കമൽ ചിത്രം കുറച്ച് തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിരാശയാണ് കാണുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.